ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അമീൻ ഷാബാസ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ഏതർ എപ്പെക്സ്. ഗൈസ്, അപ്പം ബ്രിഡ്ജ് വേ ഏതർ അരീക്കാട് ഷോറൂമിലെ അൽസിത് ബ്രോ നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. ഹായ് ബ്രോ. അപ്പം നമുക്ക് ഈ ഒരു വണ്ടീന്റെ, അതായത് നോർമൽ ഏതർ 450 എക്സിൽ നിന്നും ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയാണ് കമ്പനി ഈ ഒരു വണ്ടി നമ്മളെ മാർക്കറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതിലുള്ള മേജർ ഡിഫറൻസ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ബ്രോന്റെ അടുത്ത് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. അപ്പം ബ്രോ, നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ ആ ഒരു ടോട്ടൽ ഡിസൈനിൽ മേജർ ആയിട്ട് വന്നിട്ടുള്ള മാറ്റം എന്താണ്? നമ്മൾ ആ ഒരു ഏതർ 450 എക്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എപ്പെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയായിട്ട് തന്നെ വരുന്നത്. ഏതറിന്റെ 10th ആനിവേഴ്സറി എഡിഷന്റെ ഭാഗമായിട്ട് അവരൊരു ലിമിറ്റഡ് മോഡലായിട്ട് ഒരു ടോപ്പ് എൻഡ്, എപ്പെക്സ് മീൻസ് ടോപ്പ് എൻഡ് മോഡലായിട്ട് ഇറക്കിയതാണ് ഏതർ 450 ഏതർ എപ്പെക്സ് എന്ന് പറയുന്നത്. 450 സീരീസിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് മാറ്റം വരുന്ന വെച്ചാൽ ട്രാൻസ്പെറന്റ് ബോഡി പാനൽസ് ആണ്. അതായത് ഈ ഒരു ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ അതെ, നമ്മുടെ അലൂമിനിയം ബോഡിയാണ് കംപ്ലീറ്റ് വണ്ടി വരുന്നത്. അപ്പൊ അത് നമ്മുടെ സാധാ 450 സീരീസിൽ വെക്കുമ്പോൾ പുറമേക്ക് കാണുന്നില്ല. അപ്പൊ എല്ലാരും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ട്രാൻസ്പെറന്റ് ബോഡി വെക്കുമ്പോൾ അലൂമിനിയം ചേസ് എല്ലാവർക്കും കാണാൻ പറ്റും. അതിനാണ് കമ്പനി ട്രാൻസ്പെറന്റ് ബോഡി പാനൽസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ഇന്ത്യൻ ബ്ലൂ എന്ന് പറഞ്ഞ ഒരു കളറിലാണ് വരുന്നത്. ഈ കളർ ഒരു ഫിനിഷിംഗിലുള്ള ഒരു കളർ. അതായത് ഇന്ത്യൻ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഫസ്റ്റ് സ്കൂട്ടർ ആണ് ഈ കളറിൽ ഇറങ്ങിയിട്ട്. ഇന്ത്യൻ ബ്ലൂ എന്ന് പറഞ്ഞ ഒരു കളർ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. അതായത് ഈ ഒരു കളർ ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ കൊണ്ടുവന്നത് ഒരു 450 എഫ്എക്സ് എന്ന് പറയുന്ന മോഡലാണ് കൊണ്ടുവന്നിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ 450 എക്സിൽ നമുക്ക് വരുന്നത് 90 കിലോമീറ്റർ സ്പീഡിലാണ് പോകാൻ ടോപ്പ് സ്പീഡ് വരുന്നത്. നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഒരു എപ്പെക്സിൽ വരുമ്പോൾ 100 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി റൈഡ് ചെയ്യാൻ പറ്റും. അതുമാതിരി തന്നെ നമുക്ക് മറ്റേതില് എക്കോ, റൈഡ്, സ്പോർട്ട്, വാപ്പ് പറഞ്ഞ മോഡ്സ് ആണ് വന്നത്. ഇതിന്റെ അകത്തേക്ക് വരുമ്പോ വാപ്പ് പ്ലസ് പറഞ്ഞ മോഡും കൂടി നമുക്ക് ആഡ് ആവും. ആ ഒരു മോഡ് ആവുന്ന സമയത്ത് അതെ അതെ, പുള്ളിങ്ങിൽ എത്തും. നമ്മളെ മോട്ടോർ പവർ ചേഞ്ച് ആയിട്ടുണ്ട്. 7 കിലോവാട്ട്സിന്റെ മോട്ടർ. അല്ല, ബാറ്ററി നമുക്ക് സെയിം തന്നെയാണ് വരുന്നത്. 3.7 ബാറ്ററി. നമുക്ക് ട്രൂ റേഞ്ച് വരുന്നത് 110 കിലോമീറ്റേഴ്സ് തന്നെയാണ്. അത് ഒരു 105 ലെവലില് ഒക്കെയാണ് മറ്റേതില് ഏതറിൽ കിട്ടുന്നത്. അതെ, നമുക്ക് ഇതിന്റെ അകത്ത് നമുക്ക് എക്കോ മോഡിൽ ഇട്ടാല് 110 കിലോമീറ്റേഴ്സ് തന്നെയാണ് കൺഫേം പറയുന്നത്. പിന്നെ ഈ ഒരു വാർപ്പ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു മോഡൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഏകദേശം ഒരു 40 കിലോമീറ്റർ പെർ അവറിലോട്ട് എത്താൻ എത്ര സെക്കൻഡ് വേണ്ടി വരും? വലിയ വേരിയേഷൻ ഉണ്ടോ? അതില് നമുക്ക് വേരിയേഷൻ തന്നെ 450 എക്സ് സീരീസിൽ നമുക്ക് 3.3 സെക്കൻഡ് എടുത്തിട്ടാണ് 0 to 40 വണ്ടി പിക്കപ്പ് ചെയ്തത്. ഇതിന്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് 2.9 സെക്കൻഡ് കൊണ്ട് വണ്ടി 40 കിലോമീറ്റർ സ്പീഡിൽ കയറുന്നുണ്ട്. ഇനീഷ്യൽ പവർ കൂടിയുണ്ട്. അത് മോട്ടോർ ചേഞ്ച് ആയതിനെ കൊണ്ടാണ് ആ പവറും കൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ളത്. അപ്പൊ അതെന്തായാലും നമുക്ക് ഇതിന്റെ ഒരു പുള്ളിങ് എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കിയിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ബ്രേക്കിംഗിൽ എന്തെങ്കിലും വ്യത്യാസം? ബ്രേക്കിംഗ് രണ്ടും ഡിസ്ക് ബ്രേക്സ് തന്നെയാണ് വരുന്നത്. വ്യത്യാസമൊന്നുമല്ല. സെയിം 3 പിസ്റ്റൺ കാലിപ്പർ വരുന്ന സെയിം ഡിസ്ക് തന്നെയാണ് വരുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് മാജിക് ടിസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഒരു എക്സിലേറ്ററിലുള്ള സംഭവമാണ്. അതെ അതെ, അതായത് കമ്പനി ഉദ്ദേശിക്കുന്ന ഫൺ ടു റൈഡ് മോഡേൺ സിറ്റീസ്. അതായത് നമ്മള് ക്രൂസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആക്സിലേറ്റർ ഒരു 15 ഡിഗ്രി ബാക്ക് ത്രോട്ടിലുണ്ട്. 15 ഡിഗ്രി ത്രോട്ടിലുണ്ട്. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോപ്പ് ഓടിച്ചു നോക്കിയാൽ തന്നെ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി സ്ലോവർ ആവും. അപ്പൊ നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സിറ്റി റൈഡ്സിൽ അതുമാതിരി ഹംസ് വരുമ്പോ നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ സ്ലോ ചെയ്യാം. മോർ ഫൺ ടു റൈഡ് ആണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഈ ഒരു സംഭവം 450 എപ്പെക്സിൽ മാത്രമേ നമ്മളെ ടോപ്പ് എൻഡ് ആയിട്ടുള്ള ലിമിറ്റഡ് എപ്പെക്സിൽ മാത്രമേ ഇത് വരും. മറ്റേ 450 എക്സിലോട്ട് വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, അതിന്റെ അകത്ത് നമുക്ക് ചെറിയൊരു 5 ഡിഗ്രി ത്രോട്ടിലാണുള്ളത്. അത് കോസ്റ്റിംഗ് റീജിയൻ ആണ്. നമുക്ക് ഇത് കോസ്റ്റിംഗ് റീജിയന്റെ കൂടെ തന്നെ ബ്രേക്കിംഗ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള. അതെ അതെ. പിന്നെ ഇതിലിപ്പം കാര്യമായിട്ട് അന്ന് ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ബാക്ക് സൈഡിൽ ചേഞ്ച് വന്നിട്ടില്ലായിരുന്നു. ബാക്ക് സൈഡിൽ ചേഞ്ച് വന്നു വെച്ചാൽ നമുക്ക് ഇതിന്റെ അകത്താണ് ബെൽറ്റ് കവർ ആഡപ്പായി. ഈ ഒരു സൈഡിൽ അല്ലേ? അതെ, ബെൽറ്റ് കവർ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബെൽറ്റ് കവർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട്. അതെ, അത് പണ്ടത്തെ മോഡലിൽ നമുക്ക് ബെൽറ്റ് കവർ ഇല്ലായിരുന്നു. ഇപ്പൊ വരുന്ന 450 എക്സ് സീരീസിലും
എഫ്എക്സിന്റെ മുതൽ സ്റ്റാർട്ടിങ് ബെൽറ്റ് കവറും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. 450S മോഡലൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ഒരു. അതെ ഇപ്പൊ വരുന്ന എല്ലാ മോഡലും എസ് മോഡലാണെങ്കിലും എക്സ് മോഡലാണെങ്കിലും ഇത് ബെൽറ്റ് കവർ വരുന്നുണ്ട് അല്ലേ? പിന്നെ വേറെ ചേഞ്ച് വെച്ചാല് ലോഗോയില് ജസ്റ്റ് ഒരു പ്രൊജക്ഷൻ വന്നു, 3D ലോഗോ. ഈ ഒരു ലോഗോ ഈ ഒരു എഫ്എക്സിലായിരുന്നു ആദ്യമായിട്ട്. അതെ എഫ്എക്സിലാണ് ഇത് ആദ്യമായിട്ട് വന്നത്. പിന്നെ ഇപ്പൊ വരുന്ന എല്ലാ സീരീസിലും നമുക്ക് ഈ ഡിസൈൻ തന്നെയാണ് ഡിസൈനിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതെ, ഈ ഡിസൈനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്? ഡിസ്പ്ലേയില് നമുക്ക് ഡാർക്ക് തീം ആണ് വന്നിട്ടുണ്ടാവുക. ഫുള്ള് കംപ്ലീറ്റ്ലി ഡാർക്ക് തീം ആയിരിക്കും. പിന്നെ ഇൻബിൽട്ട് TPMS വരും, അതായത് ടയർ പ്രഷർ മോട്ടറൈസിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അതായത് ഫ്രണ്ടിലത്തെ ടയറും ബാക്ക് ടയറും നമുക്ക് മോട്ടറൈസ് ചെയ്ത് കൊടുക്കാം. അത് ഇൻബിൽട്ട് വരുന്നതാണ് ഇതിന്റെ കൂടെ. പിന്നെ ഈ ഒരു സംഭവം ഇല്ലേ, ഇത് ഇപ്പൊ നമ്മളെ 450Xലൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യണല്ലോ. അതെ നമ്മള് ഏകദേശം അത് ആക്സസറി ആണ്. അത് ഏകദേശം 5000 റുപ്പീസ് വരുന്നുണ്ട്. ഇതൊരു സംഭവം ഈ ഒരു വണ്ടി മേടിക്കുമ്പോൾ തന്നെ അതെ, നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് ഈ വണ്ടിയിൽ എഫ്എക്സിൽ, അതായത് ടോപ്പാണ്. എഫ്എക്സ് എന്ന് പറഞ്ഞാൽ പീക്ക് എന്നാണ് അർത്ഥം. അപ്പൊ ടോപ്പ് എൻഡ് ആയിട്ട് വരുന്നതുകൊണ്ട് ഇതിന്റെ അകത്ത് ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഉണ്ടാവും. അതുമാതിരി ഇതിന്റെ അകത്ത് പ്രോപാക്കും ഇൻബിൽട്ട് ആണ്. ഈ ഒരു ഡിസ്പ്ലേയിലുള്ള കുറെ കളർ പാറ്റേണും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ? ഇല്ല, നമ്മൾ അതാണ് പറഞ്ഞത്, കംപ്ലീറ്റ്ലി ഡാർക്ക് തീമിലേക്കായി മാറുകയാണ് ചെയ്തത്. ഇത് ഡേ മോഡ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല, ആ സാധനം ഇല്ല. കംപ്ലീറ്റ്ലി ഫുൾ ടൈം നമ്മൾ ഡാർക്ക് മോഡിലായിരിക്കും ഉണ്ടാവുക ഡിസ്പ്ലേയില്. ആ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. മാജിക് ടിസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബ്രേക്കിംഗ് കാണിച്ചേ, അതിനുള്ളതാണ് ഈ മാജിക് ടിസ്റ്റ്. ആ ടിസ്റ്റിൽ തന്നെ 3 ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഒന്ന് ഓഫ് ആക്കി വേണമെങ്കിൽ നമുക്ക് ടിസ്റ്റ് ആവശ്യമില്ലെങ്കിൽ ഓഫ് ആക്കി ഇടാം. നമുക്ക് കുറച്ച് ടിസ്റ്റ് യൂസ് ചെയ്യാൻ മതിയെങ്കിൽ ലോ റേഞ്ചിൽ ഇടാം. ലോ റേഞ്ചിൽ ഇട്ട് വെക്കാം. അതെന്ന് വെച്ചാൽ ഹൈ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈയിൽ ഇട്ടാലും മതി. പിന്നെ ബാക്കിയൊക്കെ എക്സ് സീരീസിലുള്ള സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ ഇതില് ഓടിക്കുന്ന സമയത്താണോ ആ ഒരു കളർ തീമിലൊരു? അതെ, അത് നമ്മൾ ഓടിക്കുമ്പോൾ ഇന്ററാക്റ്റീവ് UI ആണ് കമ്പനി കൊടുത്തിരുന്നത്. കസ്റ്റമർക്ക് ഒരു കൂടുതൽ ഓടിക്കുമ്പോൾ മോർ ഫൺ ടു റൈഡ് ആൻഡ് ഇതാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടിക്കുമ്പോഴാണ് ആ UI നമുക്ക് കറക്റ്റ്, നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. പിന്നെ ഇതിന്റെ ഈ വണ്ടി നമ്മളിപ്പോ അവിടെ നിർത്തിയിട്ടല്ലോ, അപ്പൊ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം ലാഗായി. അപ്പം അത്രക്ക് റോഡ് പ്രസൻസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലോ ഏതാ സാധനം, ഏതാണ് ബ്രാൻഡ്. കളറ് കാണുമ്പോ എല്ലാവർക്കും ഒരു അട്രാക്റ്റഡ് ആവുക ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്പെറന്റ് ബോഡി പാനൽസും ആണല്ലോ. ഈ കളറിൽ തന്നെ കുറച്ച് വെയിൽ സൺലൈറ്റും കൂടി ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ഒരു റെഡ് ഫ്ലയേഴ്സും കൂടി ഇൻക്ലൂഡഡ് ആണ്. അതാണ് ഇന്ത്യൻ ബ്ലൂ എന്ന് പറയുന്നത്. മിക്സ് ആയി വരുന്ന കളറാണ്. അപ്പൊ അത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയി തോന്നും. പിന്നെ എല്ലാവരും അയ്യനും പെട്ടെന്ന് ക്യാച്ച്. ഇപ്പൊ ഇവിടെ തീരെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ നോർമൽ ഇപ്പൊ ഈ ഒരു വണ്ടി ഇവിടെ ഈ ഒരു ലൈറ്റിംഗ് കണ്ടീഷനിൽ തന്നെ നമ്മൾ നിർത്തിയിട്ടപ്പോ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം വന്നിട്ട് ഇത് ഏതാണ് മോഡല്, അതായത് ഈ ഒരു കളറിന്റെ ഒരു ഇത് ഭയങ്കര റോഡ് പ്രസൻസ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗൈസ്, അപ്പം ഈ ഒരു വണ്ടിയിൽ മെയിൻ ആയിട്ട് വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറിലാണ് കാര്യമായിട്ടുള്ള ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു ചെറിയൊരു പവറിലുള്ള ഒരു വ്യത്യാസമുണ്ട്. എന്തായാലും ഞാനത് ഓടിച്ചതിന് ശേഷം നമുക്ക് എന്തായാലും ആ ഒരു കാര്യം ഓടിച്ചോട് സംസാരിക്കാം. ഗൈസ്, അപ്പം ആദ്യം തന്നെ ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു പെർഫോമൻസിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോഴാണ്. പെർഫോമൻസിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഇതിൽ 450Xുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ 0 to 40 കിലോമീറ്ററിലോട്ട് എത്താൻ വേണ്ടിയിട്ട് 3.3 സെക്കൻഡ് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയിൽ അത് 2.9 സെക്കൻഡ് ആയിട്ട് കമ്പനി കുറച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അതിലുള്ള വാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷന് പകരം ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് വാപ്പ് പ്ലസ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം ആ ഒരു ഓപ്ഷനിൽ നമ്മൾ മോഡിൽ ഇട്ടിട്ട് ഓടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ടോപ്പ് സ്പീഡ് 100 km/h വരെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റും. അപ്പം അത് നമ്മളെ മുമ്പത്തെ ആ ഒരു ഏതർ 450X ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ 90 km ആയിരുന്നു ടോപ്പ് സ്പീഡ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിന്റെ ആ ഒരു മാജിക് ട്വിസ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ്. ആക്സിലറേറ്റർ നമ്മൾ ഒരു 15 ഡിഗ്രി മുകളിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബ്രേക്ക് ആയിട്ട് യൂസ് ചെയ്യാം. വെറുതെ പറയല്ല, നല്ല രീതിയിൽ ബ്രേക്ക് ആയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ വണ്ടി സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രത്യേകിച്ച് നല്ലൊരു സ്പീഡിലൊക്കെ ഓടിക്കുമ്പോൾ. ഞാൻ എന്തായാലും അത് അത്യാവശ്യം വലിയൊരു റോഡിലോട്ട് കയറിയിട്ട് ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം. ഇതിന്റെ ആ ഒരു പെർഫോമൻസും അത്യാവശ്യം സ്പീഡിൽ ഓടിച്ചിട്ട് എത്ര ഒരു സെക്കൻഡൊക്കെയാണ് ഏകദേശം നമുക്ക് ആ ഒരു വണ്ടി സ്ലോ ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. പിന്നെ സസ്പെൻഷനും അതേപോലെ ബ്രേക്കിങ്ങിന്റെ ഭാഗത്തോടൊക്കെ നോക്കുമ്പോൾ നമ്മളെ മുമ്പത്തെ ആ ഒരു 450Xൽ വന്നിട്ടുണ്ടായിരുന്ന സെയിം ആ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. ആകെ കൂടെ വന്നിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു മാജിക് ട്വിസ്റ്റും അതേപോലെ തന്നെ UI-ലുള്ള ചെറിയൊരു ചേഞ്ചും ആണ്. നമ്മൾ വാപ്പ് പ്ലസിലിട്ട് ഓടിക്കുന്ന സമയത്ത് ഒരു റെഡ് ബ്ലൂയിഷ് അങ്ങനത്തെ ഒരു കളറിലുള്ള ഒരു തീമും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കും. അത് കുറച്ചും കൂടെ ഒരു ഫൺ ടു റൈഡ് എന്നുള്ള രീതിയിലാണ്
ഉദ്ദേശിക്കുന്നതാണ് നമ്മളോട് നേരത്തെ അൽസിത് ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ ഹൈവേയിലോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഗൈസ്, അപ്പം നമ്മൾ ചെറിയൊരു ഹൈവേയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നേരത്തെ നല്ല രീതിയിൽ റഷ് ആയിരുന്നു ആ റോഡിൽ. അപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ആക്സിലറേഷൻ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് സ്പീഡ് കയറ്റിയതിന് ശേഷം ബ്രേക്ക് യൂസ് ചെയ്യാതെ എങ്ങനെ സ്ലോ ആവുന്നുണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഏകദേശം ഒരു 70 കിലോമീറ്ററിന് അടുത്ത് സ്പീഡ് കയറിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മാജിക് പിസ്റ്റ് മാത്രം യൂസ് ചെയ്തിട്ട് സ്ലോ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ രണ്ട് ബ്രേക്കും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു ആക്സിലറേറ്റർ ഓപ്പോസിറ്റ് തിരിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം ഈ ഒരു വണ്ടി സ്ലോ ചെയ്ത് നിർത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറുതെ പറയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് ഈ ഒരു മാജിക് പിസ്റ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പം ഏതർ 450X ഒക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ഫണ്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കളറിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. കാരണം ഇതിന്റെ ആ ഒരു തീമും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. എന്തായാലും ആ ഒരു തീമും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ വാപ്പ് പ്ലസ് എന്ന് പറഞ്ഞ മോഡിലായിട്ടുള്ളത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു UI അവൈലബിൾ ആവുന്നത്. അപ്പൊ ഞാനിപ്പോ അതിൽ ഏകദേശം ഒരു 60 കിലോമീറ്ററിന്റെ അടുത്താണ് പോകുന്നത്. ഇപ്പൊ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു റെഡ് ബ്ലൂയിഷ് കളറിലുള്ള ആ ഒരു തീം ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. അതൊക്കെ കുറച്ചും കൂടെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫൺ ടു റൈഡ് ആണ് അതൊക്കെ കാണുന്ന സമയത്ത്. അത് വിചാരിച്ച് മീറ്ററിൽ മാത്രം നോക്കിയിട്ട് ഓടിക്കണം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചും കണ്ടൊക്കെ തന്നെ വണ്ടി ഓടിക്കാം. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഷോറൂമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇവരുടെ ഷോറൂം വരുന്നത് കാലിക്കറ്റുള്ള അരീക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ബ്രിഡ്ജ് വേ ഗ്രൂപ്പിന്റെ ആണ് ഈ ഒരു ഏതറിന്റെ ഷോറൂം എന്ന് പറയുന്നത്. അപ്പം അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ആവശ്യമുള്ളവർ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.